അപ്പോൾ ഇന്നൊരു കൂൺതീയലായാലോ? അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ നന്നാക്കിയിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടാകുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, 4 വെളുത്തുള്ളി, ഒരു 4 ചെറിയ ഉള്ളി കൂടെ ഇട്ട് നാളികേരം കൂടെ ഇട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറന്ന് വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, സാദാ മുളക് പൊടി, പിരിയമുളക് പൊടി രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുന്നു. ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴന്ന് വരുമ്പോൾ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, കൂണ് ഇത്രയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. നാളികേര കുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം അരച്ചെടുക്കുന്നുണ്ട്. ഇത്തിരി ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരക്കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, കൂൺതേയില റെഡിയായി. എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി